വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശ്യാമയും രോഹിത്തും കൂടി തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് രോഹിത്തൊക്കെ വന്നതല്ലേ. അന്നേരം ശാലിനിയോടുള്ള ആ ദേഷ്യത്ത് ആ ഒരു സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ശാലിനിക്കെതിരെയുള്ള ആ ഒരു വൈരാഗ്യത്തിൽ നിറഞ്ഞ ഒരു സംസാരമൊക്കെ ഭാമയ്ക്ക് ഒരു സംസാരിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ആകെപ്പാട് സന്തോഷമാവുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, കുഞ്ഞേച്ചിക്കെതിരെയുള്ള നമ്മുടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, അത് തടയാനായിട്ടുള്ള സകല സന്നാഹങ്ങളും ഒരുങ്ങിക്കോ. മറുഭാഗത്ത് എതിർഭാഗത്ത് സത്യഭാമയാണ് മുൻനിരയിൽ നിന്ന് കളിക്കുന്നത്, സത്യഭാമ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ആകെപ്പാടൊരു സന്തോഷം. സ്വന്തം കൂടപ്പിറപ്പാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. ശ്യാമയ്ക്ക് തൻ്റെ സുഖം മാത്രം എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം ഇവിടെ സത്യഭാമയാണെങ്കിൽ രോഹിത്തിനെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടെന്ന് അവിടെ ശ്യാമയോട് പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് വിഷ്ണു നഷ്ടപ്പെട്ടത് അവസാനം ഭാമയ്ക്കൊന്ന് കാണാൻ പോലും എങ്ങനെയാണെന്ന് പോലും ഭാമയ്ക്ക് അറിയില്ലല്ലോ. അത് അന്വേഷിച്ചറിയാനും സത്യഭാമ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവിടെ സത്യഭാമ ചെയ്യാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് റസാഖിൻ്റെ അടുത്തേക്ക് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഇപ്പോൾ പരാതിയാണ് കൊടുക്കുന്നത്. പറയുന്നുണ്ട്, എന്താണ് ചോദിക്കുന്നുണ്ട്. റസാഖിന് അറിയാമല്ലോ, സത്യഭാമയ്ക്ക് അറിയാം. അപ്പോൾ കാര്യം എന്താണ് ചോദിക്കുമ്പോൾ പരാതിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ വിഷ്ണുവിനെ കൊന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ റസാഖ് ഇങ്ങനെ ആകെ അന്തം വിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ചെയ്തത് അവൻ്റെ ഭാര്യയും കളക്ടറുമായ ശാലിനിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ റസാഖ് ആകെപ്പാടെ കൺഫ്യൂഷനിലാവുകയാണ്. രോഹിത് ഇതൊക്കെ കേട്ടുകൊണ്ട് അടുത്തിരിക്കുന്നേ ഉള്ളൂ. അന്നേരം തുടർന്നുള്ള സീന് കാണിക്കുന്നത് സത്യഭാമയിലെ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നതാണ്. അപ്പോൾ അവിടെ മിക്കവാറും റസാഖ് ആണെങ്കിൽ പറയും, അത് അങ്ങനെയൊന്നും അല്ല, ശാലിനി മേഡം നിരപരാധിയാണ് എന്നുള്ളത് അവിടെ പറയും. പക്ഷേ അത് ബാക്കി കേൾക്കാനുള്ള സന്നദ്ധത അവിടെയാണെങ്കിൽ സത്യഭാമ കാണിക്കില്ല. പക്ഷേ റസാഖ് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ ക്ലിയർ ആവുന്നേ ഉള്ളൂ. പക്ഷേ ശാലിനിയോടുള്ള ദേഷ്യം കാരണം ആ ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു വിഷമമൊക്കെ കാരണം ആര് പറയുന്നതും കേൾക്കാനായിട്ട് ഭാമ അവിടെ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇനി രേഷ്മയോ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മാത്രമേ ഭാമ മനസ്സിലാക്കുകയുള്ളൂ. ഇവിടെ പിന്നെ കളക്ടർ ആയതുകൊണ്ട് ഒപ്പം നിൽക്കണമല്ലോ പോലീസുകാർ. അതുകൊണ്ട് റസാഖിനെ ആ ഒരു കണ്ണിലൂടെ മാത്രമേ ഭാമ കാണുകയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെ സത്യഭാമ സത്യങ്ങൾ തിരിച്ചറിയും? ഇനി ശ്യാമയുടെ അവിടെ വിളയാട്ടമൊക്കെ ആയിരിക്കും. എങ്ങനെയും ശാലിനിക്ക് നേരെ വീണ്ടും വിഷം കുത്തി നിറയ്ക്കാൻ, സത്യഭാമയുടെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കാനേ ശ്യാമ ശ്രമിക്കത്തുള്ളൂ. അതൊക്കെ നമുക്ക് കാണാം എന്താകുമെന്നുള്ളത്. അപ്പോൾ ഈ റസാഖ് എന്തായാലും ശാലിനിയോട് പറയും സത്യഭാമ ഇങ്ങനെ വന്നിരുന്നു എന്നുള്ളതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.